ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പുറത്തേക്ക് പോകാൻ റെഡി ആയി നിൽക്കാം കേട്ടോ. എന്താ കാര്യം എന്നൊക്കെ ഞാൻ പോണ വഴിക്ക് പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ നന്നായിട്ടൊന്ന് നോക്കി കേട്ടോ. അപ്പം നമ്മൾ കോഴിക്കോട് ബീച്ച് വഴിയാണ് കേട്ടോ പോയത്. അപ്പോൾ കോഴിക്കോട് ബീച്ച് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. വണ്ടി പോകുമ്പോഴാണ് കേട്ടോ നമ്മളിതൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വേറെ എവിടെയല്ല, ലൈറയിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. ലൈറ എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവില്ലേ, ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 12 മണിക്കായിരുന്നു കേട്ടോ ബുക്കിംഗ് കിട്ടിയത്. അപ്പം നമ്മളവിടെ എത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റിംഗ് വന്നു. സ്റ്റാഫോട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി കയറി. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇവിടെ ഹെയർ വാഷും ഫേഷ്യലും ത്രെഡിങ്ങും ഒക്കെ ഈ ഒരു സെപ്പറേറ്റ് ഏരിയയിലാണ്. ഹെയർ കട്ട് വേറെ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അങ്ങനെ നേരെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് അവർ റെഫറൻസ് ചോദിച്ചിരുന്നു. ഞാനൊരു പിക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താവും എന്നുള്ളത് അവസാനം നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സൈഡ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറിയിട്ടോ. ഞാൻ പറഞ്ഞ ലെങ്ത്ത് ഷോൾഡറിൻ്റെ കുറച്ച് താഴ്ത്തിയിട്ട് വേണമെന്നായിരുന്നു. പിന്നെ വെട്ടി വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി കുറച്ചൊന്ന് കയറിപ്പോയോ എന്നുള്ളത്. പിന്നെ ഒരു സൈഡ് സെറ്റായി വന്നപ്പോൾ എനിക്ക് ഓക്കെ, ഇത് രസമുണ്ട് എന്ന് തോന്നിയപ്പോൾ രണ്ട് സൈഡും സെറ്റ് ചെയ്ത് അവസാനം കണ്ടപ്പോഴാണ് എനിക്കൊരു തൃപ്തി ആയത് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ മുടി നല്ല ഷോർട്ടായെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇവർ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ച് തന്നു കേട്ടോ. ഇതാണ് ഫൈനൽ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ കാണിച്ചു കൊടുത്ത് അതുപോലെ തന്നെ എക്സാക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ. ഈ ഏട്ടനാണ് എൻ്റെ ഹെയർ നല്ല ബ്യൂട്ടിഫുൾ ആക്കി തന്നത്. അപ്പോൾ ആ ഏട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ്. അങ്ങനെ അടിപൊളിയായെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൂപ്പറായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇത് കണ്ടപ്പോൾ എൻ്റെ ചേച്ചിക്ക് ചെറുതായിട്ടൊന്ന് ഹെയർ വെട്ടിയാലോ എന്നുള്ള പൂതി കയറിയുണ്ട്. അവിടെ നിന്ന് തന്നെ ഹെയർ വെട്ടാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അവളും കയറി ഇരുന്നിട്ടുണ്ട്. അവളത് പിന്നെ ആദ്യം സ്ട്രെയിറ്റൻ ആയിട്ടുള്ളൊരു ഹെയർ ആണ് കേട്ടോ. അതിന് മുന്നേ അവൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഹെയറിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിട്ടാണ് ഈ ഒരു ഹെയർ കട്ട് അവൾക്ക് ചെയ്തത്. കാരണം അവർ ഫേസിന് സ്യൂട്ട് ആവുന്ന ഒരു ഹെയർ കട്ട് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ എൻ്റെതും അവളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നല്ല സർവീസാണ്, എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.